ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പനാട് വിക്രമനെ വന്നിട്ട് പ്രിൻസ് ഭീഷണിപ്പെടുത്താട്ടോ ചെയ്യുന്നത്. ആ ന്യൂസ് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ വേണമെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വിക്രമൻ ആദ്യം ഒന്ന് ശരി എന്ന രീതിയിലൊക്കെ പറയുമെങ്കിലും ഓഫീസിലേക്ക് വിളിച്ചതിന് ശേഷം തന്നെ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ പ്രിൻസ് പാതാളം എന്ന ആ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നെന്നും തന്നെ ഭീഷണിപ്പെടുത്തി എവിടുന്നോ 4 തുണ്ട് പേപ്പർ കിട്ടിയതിന് ശേഷം തന്നെ അവൻ എന്നെ കൊടുക്കാമെന്ന് നോക്കി കേട്ടോ. ഒരിക്കലും തന്നെ ഇനി അവനൊരു ജോലിയും കിട്ടാത്ത വിധം ആ ഓഫീസിൽ നിന്ന് അവനെ പറഞ്ഞയക്കണം. വേറെ എവിടെയും ഇനി അവന് ജോലി കിട്ടുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പറയുന്നു. ഇപ്പം ട്രെൻഡിങ്ങിലായിട്ടുള്ള പെണ്ണ് കേസിൽ തന്നെ പെടുത്താമെന്നും അവിടുത്തെ ഓഫീസർ പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഒതുങ്ങിയാൽ അവന് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് അവന് മനസ്സിലാവും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ സഹോദരിയാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്ത് പൊട്ടത്തരാണ് ഇയാൾ വിളിച്ചു പറയുന്നത്, എന്തായാലും ഒരു സാമ്പിൾ വെടിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഞാൻ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അവന് കൊടുക്കാത്തത് നന്നായി. എന്തായാലും അവനും അകപ്പെടാൻ പോകുന്നുണ്ട്, അതിലേറെ സന്തോഷം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് അപ്പിയും അത് ശിവയൊക്കെ കേട്ടോ. അങ്ങനെ വിവേകാണെങ്കിലും അവിടെ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ വരുന്നുണ്ട്. ശിവ പറയുന്നുണ്ട്, വിവേകേട്ടാ എൻ്റെ ഫോണ് ചെറിയൊരു കംപ്ലൈൻറ്റ്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് നോക്കുന്ന സമയത്ത് തന്നെ അഭി പറയുന്നുണ്ട്, വിവേകേട്ടൻ എന്തായാലും ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഫോൺ നന്നാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു കൈ ഞാനൊന്ന് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നോക്കിയിട്ട് അത് ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് വർഷയും അതുപോലെ തന്നെ അഞ്ചും അവിടെ നിൽക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ വിവേക് മാറിയതിന് ശേഷം വേണം തനിക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അവൻ്റെ കണ്ണ് വെട്ടിച്ച് തന്നെ നിൽക്കാട്. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടോ നീ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കണ്ടില്ലേ ആ വിവേക് അവിടെ നിൽക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ പോവാനാണ്, അവൾമാരാണെങ്കിലോ അവനെ വിടുന്നുമില്ല. കണ്ട വെറുതെ പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ നിൽക്കുന്നു. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, താൻ വിഷമിക്കണ്ട, എന്തായാലും വിവേകിനെ അവിടെ നിന്ന് മാറ്റിയാൽ പോരെ, ഞാൻ അവൾമാരെ ഒന്ന് പറഞ്ഞയക്കാം, താൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ഈ കാണിക്കുന്നത്, എൻ്റെ ഫോണിനൊരു കംപ്ലൈൻറ്റ് വിവേക് നോക്കിത്തരാമെന്ന് പറഞ്ഞു. അതിന് വിവേക് ഇവിടെ നിന്ന് നോക്കി എങ്ങനെ ശരിയാവും, ഒന്നുകിൽ നമുക്ക് അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അയ്യോ അതൊന്നും എനിക്ക് സമയമില്ല, എന്തായാലും ഇത് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും, എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് വീട്ടിലിരുന്ന് കുറച്ച് സമയം എടുത്ത് നോക്കാമെന്ന് അഭി പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ആവട്ടെ, പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങ് മാറുന്നു കേട്ടോ. അതിനുശേഷം വേഗം വർഷ പോകാൻ വേണ്ടി റെഡിയാവുന്നു. ആ സമയത്ത് തന്നെ എന്നാൽ നമുക്കും പോയാൽ ശിവയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം നമുക്ക്, ഫോൺ എന്തായാലും വൈകുന്നേരം ആവും കിട്ടാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും അഭി പറയുന്നുണ്ട്, ഇത് കൊടുത്തിട്ട് നമുക്കൊരു ബിരിയാണി കഴിക്കാം, എന്നിട്ട് വന്നത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മസാല ദോശ കഴിക്കാം, എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കാട്ടോ അഭി ചെയ്യുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശിവയോട് അഞ്ച് പറയുന്നുണ്ട്, ഇവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ തന്നെ നീ ഒരു ലോൺ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരൊക്കെ പോകുന്നു കേട്ടോ. ആ സമയത്തിന് വർഷയാണെങ്കിലോ അഞ്ചിനോട് പറയുന്നുണ്ട്, എത്ര ദിവസം ഞാനിങ്ങനെ ഒളിച്ചും പാത്തിയും നിൽക്കും അവൻ്റെ മുന്നിൽ, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, താ ഒന്ന് പോയിട്ട് വായോ എന്ന് പറയുന്നു. ആ സമയത്ത് വർഷ പോകുന്ന സമയത്ത് തന്നെ ഇഞ്ചപ്പൻ അവിടെ നിന്ന് വർഷയെ കാണുന്നു കേട്ടോ. എന്തായാലും ഇവളെ കൊടുക്കാൻ പറ്റിയൊരവസരമാണ്, ഇവിടെ അവിടെ അടുത്ത് തന്നെയാണ് ഇവളുടെ വീടെന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണം വിവേകിനോട് പോയി പറയുന്നുണ്ട്, എടാ ഒരു കോൾ അടിച്ചടാ, നമുക്ക് നല്ല കാലം വരാനായിട്ട് പോകുന്നു, ആ വർഷയുണ്ടല്ലോ നിൻ്റെ ശത്രു, അവളെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും. കിലുക്കത്തിലൊക്കെ രേവതി ഇറങ്ങി വരുന്നത് പോലെ തന്നെയാണ് ഇവളുടെ അവസ്ഥ. ഒരു പക്ഷേ നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് ഇവൾക്ക് വലിയ കോടീശ്വരി ആവാനാണ് സാധ്യത. അങ്ങനെയാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തമിഴിൽ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ വായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവളെ പിടിച്ചു കൊടുക്കണം, അവിടെ നിന്ന് ചാടിപ്പോകുന്നതാണെന്ന രീതിയിലൊക്കെ. അതിനുശേഷം ഇന്ന് അവളെ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ? തീർച്ചയായും നടക്കും, അയാളെ വിളിച്ചൊന്ന് നോക്കട്ടെ. അങ്ങനെ വർഷയുടെ രണ്ടാനച്ഛനെ വിളിച്ചിട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അയാളുടെ കയ്യിലുണ്ടോ പൈസയൊക്കെ, ഒരു 25,000 തന്നാൽ ഈ പെൺകുട്ടിയെ ഞങ്ങൾ പിടിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമേ ഇല്ല എന്ന് പറയുമ്പോഴത്തേനും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് വേണമെന്ന് വാശിയും പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരിയെന്ന് പറയുന്നു. ആ സമയത്ത് ധനപാലനും അതുപോലെ തന്നെ വസുന്ധരയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്താ ധന ഈ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗൃഹനില ഒട്ടും ശരിയല്ല, അതെങ്ങനെയെങ്കിലും റെഡിയാക്കണമെന്നും
പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നെഞ്ചപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മായി മാമ എന്ന് വിളിച്ചിട്ട് വരികയാണ്. നിന്നോട് ആരടാ ഇങ്ങോട്ട് കയറാനായിട്ട് പറഞ്ഞത്? എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് അമ്മായിക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഷെയർ ഇങ്ങത്താ, എന്നാൽ ഞാനിവിടെ നിന്ന് വരില്ലല്ലോ. അയ്യടാ, നിൻ്റെ അമ്മയുടെ ഷെയറോ? അതിന് നിൻ്റെ ഈ അമ്മാവൻ്റെ അടുത്ത് എന്താ ഉണ്ടായിരുന്നത്? ഇത് എൻ്റെ തറവാട്ടിൽ നിന്ന് ഷെയർ കിട്ടിയിട്ട് ഞാനുണ്ടാക്കി എൻ്റെ വീടാണെന്ന് പറയുന്നുട്ടോ വാസു. അപ്പോഴത്തേനും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലേ, നിന്നോട് ഇവിടെ കാല് കുത്തണ്ടെന്നല്ലേടാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനപാലനും പറയുന്നുണ്ട്, വാസു പറഞ്ഞതല്ലേ നിന്നോട്, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് തന്നെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതായിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.